LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. ഞങ്ങൾക്കിടയിലേക്ക് ഇനി വിള്ളലുണ്ടാക്കാൻ നീ കടന്നു വരരുത്. ഇവനോട് അമർഷം ഉണ്ടെങ്കിലേ അത് ഉള്ളിൽ വെച്ച് നീ കത്തിച്ച് കളഞ്ഞാ മതി, പുറത്തിറക്കണ്ട. അർഹതയില്ലാതെ കമലേശ്വരത്ത് കയറിപ്പറ്റിയവൾക്ക് ദാരുണമായ ഒരു അവസാനം ഉണ്ടാവണം. അതിനുവേണ്ടി എന്റെ മോളും എന്റെ അമ്മയും കൂടി കുറിച്ചിട്ടിരിക്കുന്ന ദിവസാ ഈ 18. എന്തുപറ്റി? അത് അയാളുടെ ഇടതുകാലം ചലിക്കുന്നതായിട്ട് എനിക്ക് നേരത്തെ ഒരു ദിവസം തോന്നിയതാ. അയാളുടെ നട്ടലിന് ചലനശേഷി കിട്ടിക്കാണുവോ? നീ അങ്ങനെ എന്തെങ്കിലും സ്വപ്നം കണ്ടായിരുന്നോ? കണ്ടു. അയാള് ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നതാ ഞാൻ കണ്ടത്. ഇനി അതും കൂടി ബാക്കിയുള്ളൂ. അങ്ങനൊന്നും സംഭവിക്കില്ല കരണേ. അങ്ങയുടെ വലതുകാലം ചലിപ്പിക്കാൻ പറ്റി, അതിനപ്പുറം ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അവളുടെ പ്രാർത്ഥന ഒരു വൃത്തികെട്ട പ്രാർത്ഥനയാ. ആ ലക്ഷ്മിയുടെ ഉറങ്ങിക്കിടക്കുന്ന ദൈവങ്ങളെ ഉണർത്തും. അവൾക്ക് അതിനൊരു പ്രത്യേക കഴിവുണ്ട്. നീ ഇപ്പൊ ഒരുപാട് ഭയക്കുന്നുണ്ട്. കണ്ണേട്ട എഴുന്നേറ്റ് നടക്കുമെന്ന്, പിന്നെ ഏട്ടത്തി കുട്ടികളുണ്ടാവുന്നൊക്കെ. അങ്ങനെ കുട്ടികൾ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനും ഉണ്ണിയേട്ടന്റെ അമ്മാവനും മേഘേട്ടനൊക്കെ പരാജയപ്പെട്ടെടുത്ത് ഞാൻ ജയിക്കും ഉണ്ണിയേട്ടാ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? അതേപ്പറ്റിയൊന്നും ഉണ്ണിയേട്ടൻ ഇപ്പൊ ചോദിക്കണ്ട. അവളെ ഒഴിവാക്കിയ ശേഷം അത് പോലീസ് കേസ് ആയാൽ എന്റെ അച്ഛൻ അത് ഏറ്റെടുത്തോളും. എന്തായാലും എന്നെ ജയിലിലേക്ക് അവർ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ വെച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോ എനിക്ക് മനസമാധാനം കിട്ടണം. നമ്മുടെ കുഞ്ഞ് രാജകീയമായി തന്നെ വളരണം. അതിന് ലക്ഷ്മിയും നിങ്ങളുടെ ചേട്ടനും തമ്മിലുള്ള ശാന്തമായ സന്തോഷമുള്ള ജീവിതം ഒരു തടസ്സമാ. അതുകൊണ്ട് ലക്ഷ്മി നിങ്ങളുടെ ചേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഈ തറവാട്ടിൽ നിന്നും പോയേ പറ്റൂ. എങ്കിൽ നിങ്ങളുടെ ചേട്ടൻ ഞാൻ സ്വപ്നത്തിൽ കണ്ട പോലെ എഴുന്നേറ്റ് നടന്നാലും ശരി, അങ്ങനെ നടക്കുന്ന സമയത്ത് അവരൊന്നിച്ച് നടക്കരുത്. അയാൾ ഒറ്റയ്ക്ക് നടന്നാ മതി. മേഘേട്ടനൊക്കെ അത്യാവശ്യം ഗുണ്ടായുസവും തരികിട പരിപാടിക്കായിട്ട് നടന്ന വളരെ ചെറുപ്പം മുതലേ. പക്ഷേ ആ മേഘേട്ടൻ പോലും പത്തി മടക്കിയിരിക്കുന്ന സമയത്താ നീ ഇപ്പൊ പത്തി വിടർത്തുന്നേ. നിങ്ങൾ ആണുങ്ങള് പത്തി വിടർത്തുന്ന പോലെ അല്ല, പെണ്ണുങ്ങള് പത്തി വിടർത്തിയാൽ അത് പിന്നെ ഒരാളിന്റെ നാശം കണ്ടിട്ടേ താഴ്ത്തു. നീ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞിട്ട് ചെയ്യണേ കരണേ. പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ പിറന്നാൾ ദിവസം ഒരവസരം കൊണ്ടുവരും. ആ അവസരം ഞാൻ മുതലാക്കുകയും ചെയ്യും. ലക്ഷ്മിയുള്ള ലോകത്ത് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഉണ്ണിയേട്ടാ. അവൾ എന്നെക്കാളും നമ്മളൊക്കെക്കാളും വളരെ മുകളിലാ. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അസുരന്മാര് ചിലരിങ്ങോട്ട് വന്നതുകൊണ്ട് എനിക്ക് ഫൈനാൻസിയസിലേക്ക് പോകാൻ തോന്നുന്നില്ല കണ്ണേട്ടാ. എനിക്ക് കൂട്ടിന് ആളുണ്ടല്ലോ, പിന്നെ താനെന്തിനാ മാറി നിൽക്കുന്നേ? ഒരു ദിവസം പോലും കമ്പനിയിൽ നിന്ന് താൻ മാറി നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് വന്നോണ്ടാ ഞാൻ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ഗുണമുണ്ടല്ലോ കണ്ണേട്ടാ. ഇപ്പൊ കണ്ണേട്ടൻ ഇങ്ങോട്ടേക്ക് വരാൻ എന്നെ പോലെ തന്നെ താല്പര്യമുണ്ട്. അത് പിന്നെ ഒരിക്കലും മാറില്ല എന്ന് കരുതി എനിക്ക് ഇത്രയും മാറ്റം ഉണ്ടായല്ലോ. അങ്ങനുള്ളപ്പോ ഞാനിതിനെ ഇങ്ങോട്ട് വരാതിരിക്കുന്നേ. പക്ഷേ അങ്ങനെ വരുന്നുണ്ടെന്ന് കരുതി താൻ തന്റെ കടമകൾ മറക്കാൻ പാടില്ല. ശരി, ഞാൻ പൊയ്ക്കോളാം കണ്ണേട്ടാ. ആ ദേ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെത്തി. ഇനിയിപ്പോ ധൈര്യമായിട്ട് തനിക്ക് പോവാം. ആനന്ദേട്ടാ, വീൽ ചെയറിലായ കണ്ണേട്ടന്റെ അമ്മാവനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങേർക്കൊപ്പം ഒരു അസുരം കൂടിയുണ്ട്. അവനെ പേടിച്ചേ പറ്റൂ. ഞാനും മാർക്കോയും മാറിയും തിരിഞ്ഞും ഇവന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. മഹാലക്ഷ്മിയുടെ ഉള്ളപ്പോഴും ഞങ്ങൾ പുറത്തൊക്കെ തന്നെ ഉണ്ടാവും.
നിങ്ങൾക്ക് ചുറ്റിനുള്ള അപകടത്തെപ്പറ്റി നല്ല ബോധമുണ്ട് ഞങ്ങൾക്കൊക്കെ. അതുകൊണ്ട് മഹാലക്ഷ്മി മടങ്ങി വരുന്നതുവരെ ഇവനൊരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം കണ്ണേട്ടാ. ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കാതെ താൻ കമ്പനി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശരി കണ്ണേട്ടാ. ശരി. മേഘനോടുള്ളതാ അയാളുടെ ഭയം. അതിപ്പോ മഹിക്ക് മാത്രമല്ലല്ലോ, എനിക്കും മാർക്കോയ്ക്കൊക്കെ ആ ഭയം ഉണ്ടല്ലോ. എടാ, ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് മാർക്കോ എന്നെ വിളിച്ചിരുന്നു. അവനില്ലാത്തപ്പോ എങ്ങോട്ടും മാറരുതെന്നാണ് നിർദ്ദേശം. പിന്നെ മാർക്കോയെ മേഘനാഥന് ഭയമായതുകൊണ്ടേ മേഘൻ കൈവിട്ട കളിയൊന്നും കളിക്കില്ലെന്നറിയാം. എല്ലാവരും എന്നെയോ മഹാലക്ഷ്മിയോ അവരെന്തെങ്കിലും ചെയ്യുമോന്നാ ഭയക്കുന്നേ. അതോടൊപ്പം നിങ്ങളും സൂക്ഷിക്കണം, പ്രത്യേകിച്ച് മാർക്കോ. അവനെ ആരൊക്കെ ഇപ്പൊ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ജീവൻ കളഞ്ഞും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒരാപത്തും വരാൻ പാടില്ലെന്നതോ നമുക്ക് വന്നാലും ശരി. അതേടാ, അത് തന്നെയാണ് ഞങ്ങളുടെയും ചിന്ത. ഞങ്ങൾക്ക് എന്താ ആപത്തുണ്ടായാലും നിനക്കും മഹിക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. വാതിലങ്ങടച്ചേക്കാം. ആ മേഘൻ നിന്റെ കാലനങ്ങുന്നുണ്ടോ, നീ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ കൂടിയായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. എന്നാലും ഇത്ര എന്നോട് വേണ്ടായിരുന്നു മഹാലക്ഷ്മി. എന്തുപറ്റി? അല്ല, എന്റെ മുറപ്പെണ്ണും ഭാര്യയായിരുന്ന അവൾ ഒരുത്തനോടൊപ്പം ഒളിച്ചോടി പോയി. അവനെ തന്നെ തോമസ് സാറിന്റെ ഡ്രൈവറായിട്ട് വെക്കണ്ടായിരുന്നു. അതിന് ഞങ്ങളല്ല തോമസ് സാറിന്റെ ഡ്രൈവറായിട്ട് വെച്ചത്. മാർക്കോയാ സാഗറിന് സാറിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ മാർക്കോ എന്ന് പറയുമ്പോഴേ അതിന്റെ പിന്നിൽ നിങ്ങളും കാണുമായിരിക്കുമല്ലോ. താനൊരു കാര്യം മനസ്സിലാക്കണം മേഘ. തന്നെ പോലെ പ്രതികാര ചിന്തയായിട്ട് നടക്കുന്നവരല്ല ഞാനും കണ്ണേട്ടനും. അതുപോലെ തന്നെ തന്നെയും താൻ വിലക്കെടുത്ത സാഗറിനെയും രണ്ടായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഒന്നായിട്ടാ. അങ്ങനെയുള്ള ഒരുത്തനൊപ്പം മഞ്ജു പോയതില് അങ്ങേയറ്റം വേദനിക്കുന്ന കൂട്ടത്തിലാ ഞാനും കണ്ണേട്ടനും. അവനെ ഇവിടെ വെച്ച് കണ്ടാ പോലും ഞങ്ങൾ രണ്ടാളും മിണ്ടാറില്ല. അവനെയും മഞ്ജുവിനെ ഒന്നിപ്പിച്ചതിന്റെ പേരിൽ മാർക്കോയെ പോലും വിമർശിക്കുന്ന കൂട്ടത്തിലാ ഞങ്ങൾ. മഞ്ജുവിന് പറ്റിയ ആൾക്കാരെ അല്ല താനും സാഗറും ഒന്നും. അതെവിടെയും എപ്പോഴും പറയാൻ ഞങ്ങൾ തയ്യാറാ. അവൾക്ക് ആദ്യം ഒരു അബദ്ധം പറ്റി, ഇപ്പൊ രണ്ടാമതും. അതുകൊണ്ട് മഞ്ജുവിന്റെയും സാഗറിന്റെയും കാര്യം പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കാൻ നോക്കണ്ട. മഞ്ജുനുണ്ടല്ലോ എനിക്ക് ജീവനായിരുന്നു. പക്ഷേ എന്റെ സ്നേഹം അവള് മനസ്സിലാക്കിയില്ല. ഇത് പറയാൻ തനിക്ക് നാണമില്ലേ? തനിക്ക് ആരോട് സ്നേഹമില്ല, തന്നോടല്ലാതെ. അതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞത്, തന്റെ അച്ഛനെ പോലും ഇപ്പൊ താനിവിടെ കൊണ്ടുവന്നത് മറ്റു ചില ഉദ്ദേശത്തോടെയാണെന്ന്. കഴിഞ്ഞ കുറെ കാലമായിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും കണ്ണേട്ടന്റെ കുടുംബത്തിലുള്ളവരും ജീവിച്ചത് കണ്ണേട്ടന്റെ സഹായത്തോടെയാ. പക്ഷേ ആ മനുഷ്യനൊരു നല്ലത് വരണമെന്ന് ഇന്നേ വരെ നിങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ലാന്ന് മാത്രമല്ല, സഹായിച്ച ആള് എത്രയും പെട്ടെന്ന് മരിക്കണമെന്നാ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നെ ചിതയിലേക്ക് വെച്ചിട്ട് എന്റെ രണ്ടാനച്ഛനൊപ്പം ചിരിച്ച് രസിച്ച തന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടിനി സ്വന്തം ഭാര്യ പോയ വിഷമത്തില് ഞങ്ങളെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും നിക്കണ്ട. തന്റെ പ്രവൃത്തിക്കുള്ള ശിക്ഷയാണ് തനിക്ക് കിട്ടിയത്. എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ വേർപിരിക്കാനല്ലേ സാഗർ എന്ന് പറയുന്നവനെ താൻ വിലക്കെടുത്തത്. അങ്ങനെയുള്ള അവൻ തന്നെ തന്റെ പെണ്ണിനെയും കൊണ്ട് പോയി.
അതാണ് ദൈവത്തിന്റെ ശക്തി. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക. കണ്ണൻ അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് അറിയണം. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒന്ന് കിടക്കുന്നത് ഒരു സമാധാനം ഉണ്ടോ? അതെ അതെ, ഈ അങ്ങാടി കിടച്ചെന്ന് നിൽക്കുമ്പോ ഒരു പ്രത്യേക മണമുണ്ട്. അത് പണ്ട് മുതലേ എനിക്കിഷ്ടാ. ഇവിടെ വരുമ്പോഴും അങ്ങനെ തന്നെ ഒരു പ്രത്യേക വൈബാ. ഇവിടെ വരുമ്പോ തന്നെ പകുതി അസുഖം മാറും. അത് അവന്റെ ഇടത് കാലല്ലേ? അയ്യോ, എന്താടാ ഇവിടെ? അത് പിന്നെ എന്റെ ഒരു താക്കോല് താഴെ പോയായിരുന്നു. ഞാൻ അത് തപ്പുമായിരുന്നു. അതിവിടെയാണോ തപ്പുന്നത്? നിനക്കല്ലെങ്കിലും ഒളിഞ്ഞു നോട്ടം കൂടുതലാ, മതില് ചാട്ടോ. അതുകൊണ്ട് എന്തായി? നിന്റെ ഭാര്യ വേറൊരുത്തനൊപ്പം ഇപ്പൊ ജീവിക്കല്ലേ? എന്താടാ? എന്താ മാർക്കോ? ഞാൻ വരുമ്പോഴേ ഇവൻ കീ ഹോളിലൂടെ മുറിക്കകത്തേക്ക് നോക്കുമായിരുന്നു. അങ്ങനെ നോക്കാൻ ഇതിനകത്ത് പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോടാ. ഇവിടെ ഞങ്ങൾ 2 ആണുങ്ങളല്ലേ ഉള്ളൂ. അത് ഇത് കണ്ണന്റെ മുറിയാണെന്ന് എനിക്കറിയാം. അതെ, ഇത് കണ്ണൻ സാറിന്റെ മുറി തന്നെയാ. അതുകൊണ്ടല്ലേ നീ താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിയത്? കണ്ണൻ സാറിന്റെ കൈ ചലിക്കുന്നുണ്ടോ കാല് ചലിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ അല്ലടാ. അയ്യോ, ശരിക്കും നീ അതിനു വേണ്ടിയിട്ടല്ലടാ ഇവിടെ നിന്റെ അച്ഛനെ കൊണ്ടുവന്നത്. അല്ലാതെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലോ. എടാ, നിന്നെ ജനിപ്പിച്ച അകത്ത് കിടക്കുന്ന ആ മഹാഭാവിയെ ചികിത്സിപ്പിക്കാനാണ് നീ വന്നതെങ്കിൽ മര്യാദയ്ക്ക് ചികിത്സിപ്പിച്ചിട്ട് പൊക്കോണം. അല്ലാതെ കൂടുതൽ സീനുണ്ടാക്കാൻ നോക്കിയാലേ ഇടിച്ചു നിന്റെ നട്ടല് തകർക്കും ഞാൻ. പിന്നെ നിനക്കും വീൽ ചെയറിലിരിക്കേണ്ടി വരും. എന്നെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ കണ്ണനെ കാണാൻ വേണ്ടി കണ്ണന്റെ മുറിയിലേക്ക് വന്നു എന്നുള്ളത് സത്യമാ. അപ്പോഴാ എന്റെ താക്കോല് താഴെ പോയത്. അപ്പോ താഴെ പോയ താക്കോല് പിന്നെ എവിടെടാ? അതെ, നടന്നു പോകുന്നുണ്ടോ? അത് ഇവന്റെ താക്കോലല്ലേ? അപ്പൊ അതിന് കൈയും കാലും ഒക്കെ കാണും. ഇട്ടു പോടാ. അല്ല, ഞാൻ കണ്ണനെ ഒന്ന് കണ്ടിട്ട്. വേണ്ട, നീ കണ്ണൻ സാറിനെ കാണണ്ട. അയ്യോ, പോടാ. പോടാ.
അതിനോട് പോവാനല്ലേ പറഞ്ഞത്? കേട്ടോ കണ്ണ പറഞ്ഞതൊക്കെ? സൂക്ഷിച്ചേ പറ്റൂ. അവൻ പൂച്ചയെ പോലെ പതുങ്ങി നടക്കുക. അല്ല, താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിയാൽ എന്റെ കാലനങ്ങുന്ന കാണാൻ പറ്റും. അവൻ അതങ്ങനെ കണ്ടു കാണോ? ഇനി കണ്ടെങ്കിൽ കാണട്ടെ സാറേ. എത്ര കൊണ്ടാലും പഠിക്കാത്ത ഇനങ്ങളാ. പലതവണ സാറിനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ നോക്കി. അപ്പോഴൊക്കെ തിരിച്ചടി കിട്ടുകയും ചെയ്തു. എന്നിട്ടും പഠിക്കുന്നില്ല. ഇപ്പോഴും കുതന്ത്രങ്ങളുമായിട്ട് നടക്കുക. അതൊക്കെ അവരിനി ജീവനോടെ ഉള്ളിടത്തോളം കാലം അതൊക്കെ ഉണ്ടാവും മാർക്കോ. അവർക്ക് അതിൽ നിന്നൊരു മോചനമില്ല. ചില സിനിമയിലൊക്കെ പറയുന്നത് പോലെ കൊല്ലാൻ അവർ ശ്രമിക്കും. ചാവാതിരിക്കാൻ നമ്മൾ നോക്കണം. അങ്ങനെ പോയേ പറ്റൂ. കൊലപാതക പരമ്പര നടത്തുന്ന സ്ത്രീകൾ പോലും നമുക്കിടയിലുണ്ട്. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് വീണ്ടും വിചാരമല്ലാതെ എന്തും ചെയ്യാൻ മടിയില്ലാതെ നടക്കുന്നവരാ പലരും. അതുകൊണ്ട് ഇതൊന്നും അത്ഭുതമായിട്ട് നമ്മൾ കാണണ്ട. ഞാൻ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് എൻ്റെ കൂടെയുണ്ട്. അയാളുടെ കൈ പിടിച്ചുകൊണ്ട് ഒരിക്കലെങ്കിലും നടക്കാൻ കഴിയണമെന്നാ എൻ്റെ പ്രാർത്ഥന. ജന്മന ചലനശേഷി ഇല്ലാത്ത കാലുകളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 10-12 വയസ്സ് വരെ നടന്നിട്ട് പെട്ടെന്നതിന് കഴിയാതെ വരുമ്പോഴേ വല്ലാത്തൊരു പിടച്ചിലാ മാർക്കോ. ആ പിടച്ചില് അന്നത്തെ ആ പ്രായം മുതല് നേരിട്ട് കാണുന്നവനാ ഇവൻ. അല്ലടാ അനന്തു. ആ പോയവന്റെ അച്ഛനും എന്റെ രണ്ടാനമ്മയും എല്ലാം കൂടെ മരുന്ന് മാറ്റി തന്നില്ലായിരുന്നെങ്കിൽ നല്ല പ്രായത്തിൽ തന്നെ എനിക്ക് നടന്നു തുടങ്ങായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് തൊട്ട് എന്റെ സ്വത്തും പണം അവരുടെ ഉന്നം. കരുണേ, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. എന്റെ മുന്നിൽ അടിമയെ പോലെ നിന്നിരുന്ന മഹാലക്ഷ്മിയെ പറ്റി. അതൊക്കെയല്ലേ ഉള്ളൂ ഇനി സന്തോഷിക്കാൻ ബാക്കി. ഇന്നെനിക്ക് സാലറി കിട്ടിയ ദിവസം നമുക്കൊന്ന് പുറത്തേക്ക് പോയല്ലോ. എവിടുന്നാണ് സാലറി കിട്ടിയത്? അത് പിന്നെ ഉണ്ണിയേട്ടന്റെ അക്കൗണ്ടിലേക്കാണോ അത് വന്നത്? അത് പിന്നെ എങ്ങനെയാണെന്ന് നിനക്ക് ഊഹിക്കാലോ. ഊഹിക്കാം. അവളുടെ മുന്നിൽ പോയി സാലറിക്ക് വേണ്ടി അവൾ അത് കയ്യിൽ വെച്ചു തന്നു. നാണം ഇല്ലാത്ത നിങ്ങള് കയ്യിലേക്ക് വാങ്ങി അല്ലേ? ശമ്പളം അക്കൗണ്ടിലേക്കാ വന്നത്. പിന്നെ ഇൻസെന്റീവ് ഒക്കെ അല്ലാതെ തന്നത്. അതായത് കിട്ടിയ ശമ്പളം ബാങ്കിൽ തന്നെ ഉണ്ട്. ഇൻസെന്റീവ് എന്ന് പറയുമ്പോ അത് ശമ്പളത്തിന് പുറമേ കിട്ടുന്നതല്ലേ? അതുമായിട്ട് അടിച്ചു പൊളിക്കാൻ പോവാന്നല്ലേ? തൽക്കാലം അങ്ങനെ പോട്ടെ കരുണേ. എല്ലാത്തിനും നമുക്ക് മറുപടി പറയാൻ ഒരു ദിവസമുണ്ട്. നമ്മുടെ കുഞ്ഞ് ജനിക്കുന്ന ദിവസം. കണ്ണേട്ടനെ കാലിന് സ്വാധീനമില്ലാത്തോണ്ട് അത് പറഞ്ഞ് അവരെ കളിയാക്കി. അതിനുശേഷം നീ പ്രഗ്നന്റ് ആയപ്പോഴും അതിന് ഭാഗ്യമില്ലാത്ത നിന്റെ ചേച്ചിയും എന്റെ ഏട്ടനെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് വീണ്ടും കൊച്ചാക്കി. എന്നാലേ അങ്ങനെയൊന്നും അല്ല കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ. നീയും ഞാനും നമ്മുടെ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുമ്പോ, താരാട്ട് പാടുമ്പോ അതിനൊരിക്കലും ഭാഗ്യമില്ലാത്ത കണ്ണനും അയാളുടെ ഭാര്യയ്ക്കും ഇരുന്ന് കരയേണ്ടി വരും. കുഞ്ഞിനെ കാണിച്ച് മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും മനസ്സിളക്കുമ്പോ അവരൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ? അല്ലെങ്കിൽ ലക്ഷ്മിക്ക് പ്രഗ്നന്റ് ആവാൻ മറ്റു പല മാർഗങ്ങളും ഉണ്ടല്ലോ, അതവര് സ്വീകരിച്ചാലോ?
ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ദേ, ലക്ഷ്മിക്ക് എന്നെ തോൽപ്പിക്കണമെന്നേ ഉള്ളൂ. ആ വാശിക്ക് അവൾ എന്തും ചെയ്യും. അതുകൊണ്ട് നമുക്ക് കുഞ്ഞ് ജനിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അയാളുടെയും അവളുടെയും മുന്നില് നമുക്ക് സമ്പന്നരാവണം. അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ? ഇല്ലെന്നറിയാം. പിന്നെ വേണ്ടത് ഉണ്ണിയേട്ടനെ വെറും ഒരു കൂലിക്കാരനാക്കിയ, കമ്പനിയിലെ വെറും ഒരു തൊഴിലാളിയാക്കിയ ലക്ഷ്മിയുടെ പതനമാ, അല്ലെങ്കിൽ അവളുടെ മരണമാ. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.